ശ്രേഷ്ഠനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിന് വേണ്ടി നമുക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന പഠന പരമ്പര ഇത്ര ഉത്സാഹത്തോടെയും താല്പര്യത്തോടെയും ഇവിടെയുള്ള ദൈവജനം ഏറ്റെടുക്കുന്നു എന്നോർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ച ആ ഭാഗത്തു നിന്നും ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3 വാക്യം ഒരു പ്രാവശ്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 3 വാക്യം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. മതി. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിക്കുന്ന മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ ദൂതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇന്നലെ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു. 9 വാക്യത്തിൽ വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്നുള്ള ഒരു പ്രസ്താവന. അവിടെ ഞാൻ പറയുകയുണ്ടായി, ബ്രൈഡ് ദ ലാംബ്സ് വൈഫ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പദപ്രയോഗം വന്നു എന്ന് ചോദിച്ചാൽ, മണവാട്ടിയുടെ ഇത്രയും നാൾ ദൈവം പ്രിപ്പയർ ചെയ്തതിൻ്റെ, ഒരുക്കിയതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു അർത്ഥമാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 21 അധ്യായം അതിൻ്റെ 3 വാക്യം നമ്മളിപ്പോൾ വായിച്ചത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. 2 കാര്യങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഒന്ന്, മനുഷ്യരോട് കൂടെ ദൈവത്തോടു കൂടെ മനുഷ്യർ എന്നുള്ള ഒരു പ്രസ്താവനയല്ല. ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ. അപ്പോൾ മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം നമ്മുടെ സാദൃശ്യത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഇത്രയേ ഉള്ളൂ. ദൈവത്തിൻ്റെ നിലവാരത്തിൽ, സ്റ്റാൻഡേർഡിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. അപ്പോൾ മനുഷ്യരോട് കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. 2 കാര്യം, ദൈവത്തിൻ്റെ കൂടാരം. കൂടാരം എന്തിനാണെന്ന് ചോദിച്ചാൽ വസിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് വസിക്കുന്നതെന്ന് ചോദിച്ചാൽ അതൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയല്ല, ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ്. ഇന്ന് ഈ 2 തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചിന്തിച്ച കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പിന്നീടും ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വിഷയം തീർക്കാൻ ഒക്കാത്തതായിട്ട് വരും. ഏതാണ്ട് ഞാനൊരു 50-ഓളം ഈ മാർമിക സത്യങ്ങൾ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരുപക്ഷെങ്കിൽ ഇവിടെ ഉത്തരം തരാനായിട്ട് പറ്റത്തില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്തത്തക്ക നിലയിൽ നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇതിലും ഞാനും ഇപ്പോഴും ഈ വിഷയം ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ ആലോചനകൾ ദൈവവചനത്തിൽ നിന്നും ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ ഇൻറ്റിമസിയും ആ ഒരു കവനൻ്റൽ ബോണ്ടിലൂടെയുള്ള ആ റിലേഷൻഷിപ്പും
അതെല്ലാം ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ്. അത് എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇന്നലെ ഞാനൊരു ചെറിയ ഒരു സൂചന ഞാൻ അവിടെ തരികയുണ്ടായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ മനുഷ്യരോട് കൂടെ വസിക്കുക, അവനോടൊപ്പം ആയിരിക്കുക, അവനോട് സല്ലപിക്കുക, അവനോട് പ്രമോദിക്കുക, അവനോട് ചേർന്നായിരിക്കുക, സംസാരിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ മനുഷ്യരോട് കൂടെ മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് അവരോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. നമ്മുടെ പ്രധാനപ്പെട്ട ഈ പോയിന്റ് വിട്ട് നമ്മളെങ്ങും ചിന്ത നമ്മൾ കൊണ്ടുപോകരുത്. ഒരു പക്ഷെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മളുടെ ചിന്തകൾ ഡിസ്ട്രാക്റ്റ് ചെയ്ത് മറ്റു പല ഇതിനോടനുബന്ധമായ വിഷയങ്ങളിലേക്ക് പോകാനും ഒരുപാട് സംശയങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങോട്ടൊന്നും പോകാതെ നമ്മളുടെ വിഷയത്തിൽ മാത്രം ഉൾക്കൊണ്ട് നിൽക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ചില പ്രിയപ്പെട്ടവർ പറഞ്ഞു കട്ടിയും കൂടി സ്പീഡും കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കുറച്ച് ഇന്ന് ഞാൻ വിഷയം അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് വൈകുന്നേരമായപ്പോൾ വന്ന് മനുഷ്യനെ വിളിക്കുകയാണ്. എങ്ങനെ വിളിച്ചേ? ചോദ്യത്തിന് ഉത്തരം പറയണം കേട്ടോ. ആദാമേ നീ എവിടെ? വേറെ ആരാണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ചുണ്ടനയ്ക്കാൽ മതി, എനിക്ക് മനസ്സിലാവും. മനുഷ്യ നീ അങ്ങനെയുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്നും ദൈവവചനത്തിലില്ല. ആദാമേ നീ എവിടെയെന്നുമില്ല, മനുഷ്യ നീ എവിടെയെന്നുമില്ല, ഇങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നീ എവിടെ? നീ എവിടെ? അപ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ ഒരു വലിയൊരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ? ഈ മനുഷ്യൻ നിൽക്കുന്ന ഇടത്തേക്ക് ദൈവത്തിന് അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? നമ്മുടെ ചിന്ത ഇതാണ്. മിസ്റ്റീരിയസ് ട്രൂത്താണ്. അതായത് നിഗൂഢമായിട്ട് ഒളിഞ്ഞു കിടക്കുന്ന ചില മാർമിക സത്യങ്ങളാണ് നമ്മളുടെ വിഷയം. അത് മണവാട്ടിയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉള്ള ഇടത്ത് നീ ഇന്നില്ല. മനസ്സിലായില്ല? ഇത്രയേ ഉള്ളൂ. ഞാൻ വരുന്നിടത്ത്, ഞാൻ ആഗ്രഹിക്കുന്നിടത്ത്, ഞാൻ ആയിരിക്കുന്നിടത്ത് നിന്നെ ഇന്ന് കണ്ടില്ല. ഇത്രയേ ഉള്ളൂ. മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഇതാണ് ദൈവത്തിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം. അപ്പോൾ ദൈവം ആദാമിനോട് ചോദിക്കുകയാണ്, നീ എവിടെ? തോട്ടത്തിൽ ഇറങ്ങി വന്നിട്ടാണ് ചോദിക്കുന്നത്. നടക്കുന്ന ഒച്ച കേട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ തോട്ടത്തിൽ തന്നെ ദൈവം വന്ന് ആദാമിനോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരിക്കണമല്ലോ. നീ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്റെ ഒച്ച കേട്ട് ഞാൻ ഭയപ്പെട്ട് ഞാൻ ഒളിച്ചു, ഞാൻ അകന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അകന്നുപോയ മനുഷ്യനെ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ദൈവം ചിന്തിക്കുന്ന, പദ്ധതി ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തേക്ക് തന്നെ മനുഷ്യനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തി. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറഞ്ഞാൽ അവർ ഒരുമിച്ച് നിത്യതയോളം ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഉൽപ്പത്തി പുസ്തകം ഈ മനുഷ്യനെ സൃഷ്ടിച്ച ആ നാൾ മുതൽ ഈ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന വരെയുള്ള അനേക കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് അനേക വ്യക്തികളെ നമ്മൾ പഠിക്കുന്നുണ്ട്. അനേക വ്യക്തികളുണ്ട്. അതിൽ 1-2 വ്യക്തികളുടെ കാര്യം ഞാൻ പറയാം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ഹാനോക്കിനോട് കൂടെ ദൈവം നടക്കുകയായിരുന്നോ? ഹാനോക്ക് ദൈവത്തോടു കൂടെ നടക്കുകയായിരുന്നോ? കൺഫ്യൂഷൻ ആക്കുകയല്ല, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുക. അപ്പോൾ ദൈവം
മനുഷ്യൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ചതിന് വിഘാതം സൃഷ്ടിച്ച്, ഇന്നലെ അവസാനം ഞാൻ ചോദ്യം ചോദിച്ചതുപോലെ, എത്രയും പെട്ടെന്ന് ആ ഒരു ബന്ധത്തിന് വിള്ളലുണ്ടാക്കുക എന്നുള്ളതാണ് എതിരാളിയുടെ ശ്രമം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരോധമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നോ അതിന് പ്രതികൂലമായിട്ടും വിരോധമായിട്ടും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അതും മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അനേക കാരണങ്ങളുണ്ട്, 1, 2, 3, 4 എന്നും പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ എത്രയോ സംവത്സരങ്ങൾ ഹാനോക്ക് മനഃപൂർവമായിട്ട് ദൈവത്തോടു കൂടെ നടക്കുവാൻ തീരുമാനമെടുക്കുകയും ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ജലപ്രളയം വരുന്നതിന് മുമ്പ് തന്നെ ഹാനോക്ക് എടുക്കപ്പെടണം. പഴയ നിയമത്തിൽ നമുക്കറിയാം, പഴയ നിയമം പുതിയ നിയമം അത് നിഴലും പൊരുളുമാണ്. ഏതൊരു കാര്യത്തോടുള്ള ബന്ധത്തിലും പഴയ നിയമത്തിൽ അതിൻ്റെ നിഴൽ, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹാനോക്ക് എടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ഒരു ന്യായവിധി ഉണ്ടാകൂ എന്നുള്ളത് എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നും പലരും വിശ്വസിക്കുന്നു മഹാപീഡനത്തിലൂടെ സഭ എന്ത് ചെയ്യും, കടന്നുപോകും. എത്രയോ നിഴലുകൾ തന്നെ പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയും മുമ്പോട്ട് വരുമ്പോൾ ഇനി വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിലേക്ക് മാറുകയാണ്. ദൈവം ഒരു കുടുംബത്തോട് ചേർന്നായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 6-8 വാക്യങ്ങളെല്ലാം ഞാൻ പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എങ്കിലും നിങ്ങൾ ഒന്നൊന്ന് കുറിച്ച് വെച്ചിട്ട് പോയാൽ മതി. ബാക്കി വീട്ടിൽ ചെന്ന് എഴുതിയാൽ മതി. നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഇംഗ്ലീഷിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, Noah found grace in the eyes of the Lord. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. Noah found grace in the eyes of the Lord. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് നോഹ കൃപ കണ്ടെത്തി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ ക്ലിയർ ആണെന്ന് നോക്കിയേ. നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ദയ കണ്ടെത്തി, കൃപ കണ്ടെത്തി എന്നാണ് വായിക്കുന്നത്. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ നോഹയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയായിട്ട്. നോഹയുടെ പ്രത്യേകത എന്തായിരുന്നു? ദൈവത്തിൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിങ്കലേക്ക്. അതുകൊണ്ടാണ് വായിക്കുന്നത് നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു എന്നെല്ലാം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം നോഹ ദൈവത്തിൽ തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം മനുഷ്യരുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിച്ച ഒരു ദൈവം, മനുഷ്യൻ പാപം ചെയ്ത് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ദൈവം കാത്തിരിക്കുകയാണ്. അവൻ എന്നോടെത്രമാത്രം കൂറ് കാണിക്കുന്നു, എന്നോടെത്രമാത്രം അവൻ ആഗ്രഹമുണ്ട്, ആകാംക്ഷയുണ്ട് എന്നുള്ളത് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നോഹയോടുള്ള ബന്ധത്തിൽ നമ്മൾ പിന്നെയും വായിക്കുന്ന എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 7-1 വളരെ പെട്ടെന്ന്. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഇപ്പം NKJV-യോ NIV-യോ ഒക്കെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെ എൻ്റർ ഇൻ ടു ദി ആർക്ക് എന്ന, എൻ്റർ ഇൻ ടു ദി ആർക്ക്, അല്ലെങ്കിൽ ഗോ ഇൻ ടു ദി ആർക്ക്. എന്നാൽ KJV-യിലോട്ട് നിങ്ങളൊന്ന് വന്നു നോക്കൂ, അല്ലെങ്കിൽ ആ ഓൾഡ് KJV-യിലോട്ട് ഒന്ന് വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രാൻസ്ലേഷനാണ്. യു കം ഇൻ ടു ദി ആർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
യു കം ഇൻ ടു ദി ആർക്ക്. നീ പെട്ടകത്തിലേക്ക് വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടകത്തിലേക്ക് വരിക. എന്താ ഈ എൻ്റർ, കടക്ക എന്നുള്ളതും വരിക എന്നുള്ളതും തമ്മിലുള്ള വ്യത്യാസം എന്താ? കടക്ക എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ഒരാൾ പറയുകയാണ് നീ കടക്ക്, അങ്ങോട്ട് പൊക്കോ, വാതുക്കെ നിന്ന് പൊക്കോ എന്ന് പറയുക. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന നോഹയോട് പറയുകയാണ് യു കം ഇൻ ടു ദി ആർക്ക് എന്ന് പറഞ്ഞാൽ നീ പെട്ടകത്തിലേക്ക് വാ. പെട്ടകത്തിനകത്ത് ആരുണ്ട്? ദൈവമുണ്ട്. പെട്ടകത്തിനകത്ത് ദൈവമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്ന് ദയ കണ്ടെത്തിയ ആ മനുഷ്യനോട് ചേർന്ന്, അവനോട് മാത്രമല്ല, നീയും നിന്റെ സർവ്വ കുടുംബവുമായി എന്ത് ചെയ്യണം? യു കം ഇൻ ടു ദി ആർക്ക്. നീ പെട്ടകത്തിലേക്ക് വരിക. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കുവാൻ, താമസിക്കുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇനി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ ഈ വെള്ളമൊക്കെ താന്ന്, വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ദൈവം പറയുകയാണ് നീ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞ യു ഗോ ഔട്ട് ഫ്രം ദി ആർക്ക് എന്ന. ഗോ ഔട്ട് ഫ്രം ദി ആർക്ക് എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം എന്താ? നീ പെട്ടകത്തിൽ നിന്ന് പുറത്തു പോ. പുറത്തു വാന്നല്ല, പിന്നെ പുറത്തു പോ. അപ്പോൾ ഈ കുടുംബത്തെ പെട്ടകത്തിൽ നിന്ന് ഈ ന്യായവിധിയാകുന്ന ജലപ്രളയ സമയത്ത് പെട്ടകത്തിൽ നിന്ന് വെളിയിലിറക്കി വിടുന്നത് വരെ ഈ കുടുംബം ആരുടെ കൂടായിരുന്നു? ദൈവത്തിൻ്റെ കൂടായിരുന്നു. അതിൽ ഇച്ചിരൂടെ നല്ലത്, ഈ കുടുംബത്തോടൊപ്പം ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. ഈ പെട്ടകത്തിന് ഒരു കേടുപാടും കൂടാതെ കൃത്യമായിട്ട് ആ പെട്ടകത്തെ നിയന്ത്രിച്ച് കൃത്യമായിട്ട്, ഇനിയും ആ പെട്ടകത്തിന്, ആ കപ്പലിന് ഒരു സ്റ്റിയറിങ്ങോ ഒരു മാനുഷികമായ നിലയിൽ ഒരു ഡ്രൈവറോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു കാരണവശാലും ഇത് അരാരാത്ത് പർവ്വതത്തിൽ ഉറക്കത്തില്ലായിരുന്നു. പിന്നെ എവിടെ ഉറച്ചേനെ? വെള്ളം താഴുന്നതിൻ്റെ അനുസരിച്ച് സ്റ്റിയറിങ് നിയന്ത്രിച്ച് ഇങ്ങ് കൊണ്ടുവന്ന് ഏറ്റവും താഴ്വരയിൽ ഉറച്ചേനെ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും താരതമ്യപ്പെടുത്തി നമ്മളൊക്കെ പ്രസംഗിക്കാറുണ്ടല്ലോ. ഈ രക്ഷയാകുന്ന പെട്ടകത്തിൽ അത് ഉറയ്ക്കുന്നത് ഒരു മധ്യാകാശത്തിലായിരിക്കും, യാതൊരു സംശയവുമില്ല. താഴ്വരയിലല്ല അത് ഉറയ്ക്കാനായിട്ട് പോകുന്നത്. എത്രയോ ആത്മീക സത്യങ്ങൾ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് പറ്റും പ്രിയമുള്ളവരെ. ദൈവം അതിൻ്റെ നിയന്ത്രിതാവായതുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പെട്ടകം എവിടെ നിന്ന് ആരംഭിച്ച് ഏത് പർവ്വതത്തിലാണ് ഉറച്ചതെന്നുള്ളത്. എത്രയോ എയറോനോട്ടിക്കൽ സ്പീഡിലായിരിക്കും ഇത് പോയത്. ഇത് ആര് നിയന്ത്രിക്കുന്നു, എങ്ങനെ നിയന്ത്രിക്കുന്നു, എങ്ങനെ ഓടുന്നു, ഒഴുക്കിനനുസരിച്ച്. ഒരു കുഴപ്പവും പറ്റിയില്ല പ്രിയമുള്ളവരെ. എന്താ കുഴപ്പം പറ്റാഞ്ഞത്? 2 കാരണങ്ങളാണ്. ഒന്ന്, ദൈവം ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സഖിത്വം അവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രൊവിഷനും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ ലീഡർഷിപ്പും ദൈവത്തിൻ്റെ ഗൈഡൻസും എല്ലാം, നിയന്ത്രണവും കരുതലും സംരക്ഷണവും എല്ലാം നോഹയ്ക്ക് ലഭിച്ചു എന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാരണം? കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് ദയ കണ്ടെത്തിയ ഒരു മനുഷ്യൻ ആ പെട്ടകത്തിന് വെളിയിലായിരുന്നപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കണ്ണിൽ നോക്കിയിരുന്ന് ദൈവത്തെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യുന്ന, ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നോഹ. എത്ര നാൾ കർത്താവ് ഈ പെട്ടകത്തിലുണ്ടായിരുന്നു? എത്ര നാൾ പെട്ടകത്തിലുണ്ടായിരുന്നു? അതിവിടെ നിന്ന് പറഞ്ഞങ്ങ് മുന്നോട്ട് പോകാൻ പെട്ടെന്ന്. 40 ദിവസം, 150 ദിവസം. നോഹയുടെ 600-ാം സംവത്സരം ഒരു ഫെബ്രുവരി മാസം 17-ാം തീയതി ആരംഭിച്ച യാത്ര 601-ാം സംവത്സരം ഫെബ്രുവരി മാസം 27-ാം തീയതി, മാസക്കണക്ക് നമ്മുടെ പറയുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ മാസവും ദൈവത്തിൻ്റെ സമയവും ഒക്കെ വ്യത്യാസമാണല്ലോ. ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയായിരുന്നോ? അതങ്ങ് മറന്നുപോയി ഞാൻ. ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയോ? എന്താ ദൈവം ദിവസം വൈകുന്നേരം ആരംഭിച്ചത്? ഒത്തിരി ഒന്നും തലപുകയേണ്ട ആവശ്യമില്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു രീതി ഉണ്ടെന്നേ.
ആ രീതിയിലോട്ട് നമ്മളൊന്ന് പോയി ചിന്തിച്ചാൽ മതി. നമ്മുടെ രീതിയിലേക്ക്, നമ്മുടെ പാറ്റേണിലേക്ക് ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും കൊണ്ടുവരാൻ ശ്രമിക്കരുത്. കൊണ്ടുവന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമോ സഖിത്വമോ ദൈവത്തിൻ്റെ കരുതലോ സംരക്ഷണമോ നമുക്ക് കിട്ടും എന്ന് ഞാനും നിങ്ങളും വാദിക്കാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ രീതിയിലൂടെ ഞാനും നിങ്ങളും യാത്ര ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുന്നവരോടുകൂടെ ദൈവം പ്രവർത്തിക്കുകയും അവരോടുകൂടെ ദൈവം ഇരിക്കുകയും ദൈവം അവരെ കരുതുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്രയോ നാളുകൾ, ഈ കാലങ്ങളെല്ലാം തന്നെ എത്ര ക്ലിയറായിട്ട് അല്ലെങ്കിൽ എത്ര വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ സഖിത്വം അവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റി നോഹയ്ക്ക്. ഇനിയും മുന്നോട്ട് വരിക. ഒരു കുടുംബത്തെ നമ്മൾ കാണുന്നു. ഒരു കുടുംബത്തെ മാത്രമല്ല, വലിയൊരു നേഷനെയാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുകയാണ്. ഇതിനിടയ്ക്കൊക്കെ ഒത്തിരി വ്യക്തികളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട്. വ്യക്തി, കുടുംബം, ഒരു രാഷ്ട്രം. അബ്രഹാമിനെ ദൈവം വിളിക്കുകയാണ്. ഒരു റേഷൻ കാർഡ് പോലും ഇല്ലാത്തൊരു മനുഷ്യൻ, അവനെ വിളിച്ചിട്ട് അവനെ ഒരു നേഷനാക്കി മാറ്റാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അബ്രഹാമിനെ ആദ്യമായിട്ട് ദൈവം വിളിക്കുകയാണ്. ആ ഊരിൽ നിന്നും, കൽദയരുടെ ഊരിൽ നിന്നും ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ വിളിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സ്തേഫാനോസിന്റെ പ്രസംഗത്തിലാണ് നമ്മളവിടെ വായിക്കുന്നത്. തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായിട്ട് വിളിക്കുകയാണ്. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവാനല്ല പറഞ്ഞേ. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെയാണ് വായിക്കുന്നതും നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നതും. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനല്ല പറഞ്ഞേ. യു കം, നീ വാ, നീ എൻ്റെ കൂടെ വരാനാ പറഞ്ഞേ. നമ്മൾ പലപ്പോഴും നേരെ തിരിച്ചൊക്കെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നതും പഠിച്ചു വെച്ചിരിക്കുന്നതും. അബ്രഹാമിനെ ദൈവം ഇറക്കി അങ്ങ് വിടുകയല്ലായിരുന്നു. ദൈവം വിളിക്കുക, വാ, എൻ്റെ കൂടെ വാ, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാമെന്നാ പറഞ്ഞത്. നിങ്ങൾ പിന്നീട് വായിച്ചോണം കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഒരുപക്ഷെങ്കിൽ ഭാഷാന്തരങ്ങളിൽ, ട്രാൻസ്ലേഷനുകളിൽ അല്പചില വ്യത്യാസങ്ങളൊക്കെ കാണാം. കഴിവതും നിങ്ങൾ അതിൻ്റെ റൂട്ട് ഭാഷയിലേക്ക്, റൂട്ട് ലാംഗ്വേജിലേക്ക് നിങ്ങൾ എത്രത്തോളം പോകുന്നോ അത്രത്തോളം അതിൻ്റെ ശരിയായ വിവർത്തനവും അർത്ഥവും നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ ട്രാൻസ്ലേഷനുകളും നമ്മൾ ഉപയോഗിക്കരുത്. ബിജു ബ്രദറൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ബൈബിളൊക്കെ വിൽക്കുന്നവരാ. അവർക്കെതിരായിട്ട് ഞാൻ പറയുകയല്ല. എല്ലാ ട്രാൻസ്ലേഷനുകളും നല്ലത് തന്നെയാണ്. എങ്കിലും അതിൻ്റെ സന്ദേശം, ദൈവം ഉദ്ദേശിക്കുന്ന സന്ദേശം മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഭാഷയോട് എത്രയും കൂറു പുലർത്തുന്ന ഭാഷാന്തരങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രയോജനം. ഈവൻ നമ്മളുടെ മലയാളം ട്രാൻസ്ലേഷനെക്കാട്ടിലും വളരെ നല്ലതാണ് ട്രാൻസ്ലേഷൻ തമിഴിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ മൂലഭാഷകൾ ഏതിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ആ റൂട്ട് എവിടെ നിന്നാണോ എടുത്തിരിക്കുന്നത്, അതിലും കുറച്ചുകൂടെ ഒറിജിനൽ ഭാഷയിലേക്ക് പോയി വളരെ വ്യത്യസ്തമായ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ് തമിഴ്. അതുകൊണ്ട് തമിഴ് ബൈബിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവതും ഇംഗ്ലീഷൊക്കെ നിങ്ങൾ വായിക്കുകയും, നമ്മൾ പലപ്പോഴും ഏറ്റവും ലളിതമായ ലാംഗ്വേജ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുക. അതുകൊണ്ടാണ് ഈ NIV-യും RSV-യും അല്ലെങ്കിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിവതും ഈ കൊച്ചു യുവ സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കഴിവതും നിങ്ങൾ ഓൾഡ് കിങ് ജെയിംസ് വേർഷനിലോട്ട് തന്നെ അങ്ങ് പൊക്കോ. ഇച്ചിരി ഭാഷ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൗ, ദി എന്നൊക്കെയുള്ള വാക്കുകളായിരിക്കും. എങ്കിലും കുഴപ്പമില്ല, ഒറിജിനൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ വാ, നീ എൻ്റെ കൂടെ വാ, യു കം വിത്ത് മീ, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം എന്നാ പറഞ്ഞത്. അപ്പോൾ ദൈവം എന്തിന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചോദ്യത്തിനും പ്രസക്തിയില്ല. ദൈവത്തിന് അങ്ങനെ പ്രസാദം തോന്നി, ദൈവത്തിന് അങ്ങനെ ഇഷ്ടം തോന്നി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗവും 12-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗവും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം. നിങ്ങൾ ആ വാക്യം നിങ്ങൾ എഴുതിയെടുത്തോളൂ. എല്ലാ വാക്യങ്ങളും നിങ്ങൾ വായിക്കണ്ട, ഞാൻ ഈ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. 12-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 12-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ചില സത്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ സത്യം, ട്രൂത്ത്, മിസ്റ്റീരിയസ് ട്രൂത്ത്സ് ഞാൻ പറയുകയാണ്. പഴയ
പഴയ നിയമം എന്താണെന്നും എന്തിനാണെന്നും അപ്പോസ്തലനായ പൗലോസ് 2 വേദഭാഗങ്ങളിലൂടെ പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് റോമാലേഖനത്തിലും ഒന്ന് കൊരിന്ത്യ ലേഖനത്തിലുമാണ്. ഈ 2 ലേഖനങ്ങളിലും വളരെ വ്യക്തമായിട്ട് പഴയ നിയമത്താൽ ഉളവായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. നമുക്ക് സ്ഥിരതയും ആശ്വാസവും ദൈവവചനത്താൽ, പഴയ നിയമ തിരുവെഴുത്തുകളാൽ നമുക്കുളവാകുന്നു എന്ന് പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പഴയ നിയമത്തെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. റോമാലേഖനത്തിലും അതുപോലെ തന്നെ പറയുന്നു. പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അതാ 10-ാം അധ്യായത്തിൽ അതാ പറയുന്നത്, നമുക്ക് ദൃഷ്ടാന്തമായിട്ട് സംഭവിച്ചു. അങ്ങനെ അവർ ചെയ്തതുപോലെ നമ്മൾക്ക് സംഭവിക്കാതിരിക്കുവാൻ, നമ്മൾ ചെയ്യാതിരിക്കുവാൻ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് അത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു കാരണവശാലും നിങ്ങൾ ആയി മാറരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ പഴയ നിയമം നമുക്ക് അതുപോലെ മാറ്റിവെക്കാനായിട്ട് പറ്റത്തില്ല. അതിലുള്ള യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പുതിയ നിയമത്തെ വിശദീകരിക്കുവാൻ നമുക്ക് ഇടയായി തീരണം. പഴയ നിയമത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ ഒരു ഇൻ്റർപ്രട്ടേഷൻ ഇല്ല. ഇത് നമ്മൾ പഠിച്ചിരിക്കണം, ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലരും പറയുന്നത് നമുക്ക് പഴയ നിയമം വേണ്ടേ വേണ്ട എന്നാ. നോ, അപ്പോസ്തലന്മാരെല്ലാവരും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവരുടെ പ്രസംഗങ്ങളും ഈ ലേഖനങ്ങൾ എല്ലാം തന്നെ പഴയ നിയമത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും സഭയെയും എല്ലാ കാര്യങ്ങൾ, ഉപദേശ സത്യങ്ങൾ എല്ലാം അവരടർത്തിയെടുത്തത് പഴയ നിയമത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്, നീ ബാല്യം മുതൽ അഭ്യസിച്ചിരിക്കുന്ന തിരുവെഴുത്ത്, അതിൽ നിന്നും നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകൾ, അത് നമ്മളുടെ ഗുണീകരണത്തിന്, ശാസനത്തിന്, നീതിയിലെ അഭ്യസനത്തിന് ഇതെല്ലാം പ്രയോജനപ്പെടുന്നതാ. അവിടെ എല്ലാ തിരുവെഴുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്, അന്ന് എല്ലാ തിരുവെഴുത്തിലും ഈ പുതിയ നിയമത്തിലെ എല്ലാം അവിടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. പഴയ നിയമത്തെക്കുറിച്ച് തന്നെയാണ് പ്രൈമറി മീനിങ്ങിൽ എല്ലാ തിരുവെഴുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അബ്രഹാമിലേക്ക് മടങ്ങി വരികയാണ്. 12-ാം അധ്യായം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് വായിച്ചോ മോനെ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, അവിടെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു പോവുകയാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഇനിയും രണ്ടാമതും അബ്രഹാമിനെ വിളിക്കുകയാണ്. നീ പുറപ്പെട്ട്, അങ്ങനെ ഒരു വാക്കില്ലയോ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. വാ നാന്നോ പറഞ്ഞേ, പോന്നാന്നോ പറഞ്ഞേ? പോകാം. പോ. എന്താ ഇതിന്റെ പ്രത്യേകത? ആദ്യത്തെ എന്തുവായിരുന്നു? വാ. ഇപ്പൊ എന്താ വിഷയം? പോ. എന്താ പ്രത്യേകത? പെട്ടെന്ന് പറഞ്ഞോളൂ. വളരെ ലളിതമല്ലേ ഞാൻ ഈ പറയുന്നത്? വാ, നമുക്ക് ഒന്നിച്ചു പോകാം. ഇപ്പോഴോ? പോ. എന്താ കാര്യം? വൈ? വളരെ ലളിതമായ ചിന്തകളാണ്. 12-ാം അധ്യായം 1-ാം വാക്യം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് നൗ ദ ലോർഡ്. ഇപ്പോൾ, അല്ലെങ്കിൽ അപ്പോൾ, എപ്പോൾ. ഒരു പ്രത്യേക സംഭവം അവിടെ നടന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്തു. എപ്പോൾ? എന്തോ ഒരു സംഭവം അതിൻ്റെ മേളിൽ നടന്നു. അബ്രഹാമിൻ്റെ പിതാവായ തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. അപ്പോൾ അപ്പൊ എന്താ ഈ മരിക്കുന്നത് വരെ നോക്കിയിരിക്കാനുള്ള കാരണം എന്താ? ദൈവം, നിങ്ങൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 4-5 വർഷം ദൈവം അബ്രഹാമുമായിട്ട് മിണ്ടിയിട്ടില്ല. ദൈവം അബ്രഹാമുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഗോഡ് ബിക്കെയിം സൈലന്റ്. ദൈവം നിശബ്ദനായി, ദൈവം ശാന്തനായി, ദൈവം മൗനമായിരുന്നു. എന്താ കാരണം? വിളിച്ചവൻ, ദൈവം ആരെ വിളിച്ചോ ആ വ്യക്തിയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അടുത്ത വാക്കിച്ചിരി കട്ടി കൂട്ടി ഞാൻ പറയുകയാണ്. അപ്പനായാലും, മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പനായാലും ഭാര്യയായാലും
മക്കളായാലും ആരോ ആയിക്കൊള്ളട്ടെ, ദൈവം വിളിച്ചവരിലൂടെ മാത്രം ദൈവിക കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ദൈവം മറ്റൊന്നും ചെയ്യത്തില്ല. ഗോഡ് വിൽ ബിക്കം സൈലന്റ്. ദൈവം ശാന്തനാകും. ദൈവം മിണ്ടുകയല്ലെന്നേ. നമ്മൾ വെറുതെ സിമ്പിളായിട്ട് നമ്മൾ ദൈവവചനം ഇങ്ങനെ വായിച്ചു വിടാറുണ്ട്. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരാനായിട്ട് പോവുക. പുതിയ നിയമത്തിൽ അതിൻ്റെ ആത്മീക യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുക. ദൈവം അബ്രഹാമിനോട് കൂടെ ഇരിക്കുവാൻ, അവനോട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ. ഇനിയും ആ 11-ാം അധ്യായത്തിൽ അതിൻ്റെ ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാം ഒരു കൂടാരവാസിയായിരുന്നു അല്ലേ? കൂടാരവാസിയായിരുന്നു. പക്ഷെങ്കിൽ ഈ തേരഹും ഈ അബ്രഹാമും എല്ലാം കൂടെ ഹാരാനിൽ വന്ന്, വാക്കോർമ്മയുണ്ടോ? ഹാരാനിൽ വന്ന് കൂടാരം അടിച്ചൊന്നൊന്നുമല്ല, പിന്നെ പാർത്തു. ആ വാക്കല്ലേ? ഹീ സെറ്റിൽഡ് ദെയർ. ഒരു സെറ്റിൽമെന്റ് ആയി. എന്താ ഈ സെറ്റിൽമെന്റിന്റെ കാരണം? അബ്രഹാമിനെ ദൈവം വിളിച്ചത് സെറ്റിലാകാനല്ല, അവിടെ ഒരു സെറ്റിൽമെന്റിലേക്ക് വരാനല്ല. ഇന്നിൻ്റെ നാളുകളിലും മണവാട്ടിയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ദൈവം വിളിച്ചു വേർതിരിക്കുന്ന ദൈവദാസന്മാരിലൂടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചെയ്തേ പറ്റൂ. അതിന് വിഘാതമുണ്ടാക്കിയാൽ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒരു തടസ്സവും ഉണ്ടാകത്തില്ല. അപ്പുറത്തുള്ളതിനേക്കാൾ ഇപ്പുറത്ത് വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ നടന്നെന്ന് വരാം. പക്ഷെങ്കിൽ ദൈവം സൈലൻ്റ് ആയിരിക്കും. ഓർത്തോണം കേട്ടോ, ദൈവം സൈലൻ്റ് ആയിരിക്കും. പക്ഷേ അതിനൊരു ക്രമീകരണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദൈവം കൈവിടത്തില്ല കേട്ടോ. ദൈവം വിളിച്ചവരെ ദൈവം കൈവിടുകയില്ല. Now the Lord appeared to Abraham. അപ്പോൾ ദൈവം അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനായിട്ട് പറയുകയാണ്. ഇനിയും അത് കഴിഞ്ഞിട്ട് ഇനി 18-ാം അധ്യായം 1-ാം വാക്യമൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കണം. യു ഗോ ബിഫോർ മീ. നീ എൻ്റെ മുമ്പിൽ പോകണം. ഒരുമിച്ച് പോക്കൊക്കെ നിർത്തിയെന്നേ. നീ ഇനി മുമ്പിൽ പോ, ഞാൻ നിൻ്റെ പുറകിൽ വന്നുകൊള്ളാം. നിന്നെ ഞാൻ കൈവിടുകയില്ല, നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. വളരെ ലളിതമായ ഒരു ചിന്തയാണ് ഞാൻ പറഞ്ഞത്. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. ഇനിയും ഇവിടെ നമ്മൾ ചിന്തിച്ച് ഇത്ര മാത്രമേ ഉള്ളൂ. ദൈവം ഒരു വ്യക്തിയെയോ ഒരു കുടുംബത്തെയോ ഒരു സമൂഹത്തെയോ, അബ്രഹാമിനെ നമ്മൾ അതാണ് ചിത്രീകരിച്ചത്, അബ്രഹാമിനെയോ ഇവരെ എല്ലാം വിളിച്ചു വേർതിരിച്ചതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം ഗോഡ് വാണ്ട് ടു ബിക്കം, അല്ലെങ്കിൽ ദൈവം അവരോടൊപ്പമായിരുന്ന് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നോംസ് ആൻഡ് കണ്ടീഷൻ ഞാനും നിങ്ങളും പാലിക്കപ്പെടണം. എൻ്റെ ഇഷ്ടത്തിനോ എനിക്ക് തോന്നുന്നത് പോലെയോ എൻ്റെ ചിന്തകൾ പ്രകാരമോ നമ്മൾ ഒരു കാരണവശാലും ദൈവസഭയുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടില്ല. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപാകത അവിടെയാണ്. വളരെ ലളിതമായിട്ട് ഇനിയുള്ള ചിന്തകൾ ഞാൻ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇത് നിഗൂഢമായിട്ട് നമുക്കിരുന്നു എന്ന് വന്നേക്കാം. എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ദൈവം ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണ്, ദൈവത്തിൻ്റെ സഖിത്വമാണ്. ദൈവം നമ്മോടൊപ്പം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാമിൻ്റെ കാര്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ ലക്ഷ്യം ദൈവം തിരഞ്ഞെടുത്തവർ, അല്ലെങ്കിൽ ആ വ്യക്തിയോ കുടുംബമോ കൂട്ടമോ, സഭയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവരുടെ ഏകാഗ്രത എന്നോട് മാത്രമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിനോടുള്ള
ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അപ്പോൾ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ, ദൈവം തെരഞ്ഞെടുക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ, മണവാട്ടി അപ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന ആ വ്യക്തികളുടെ ഏകാഗ്രതയും നിർമ്മലതയും തന്നെ വിട്ടു വഷളായി പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസും ഭയപ്പെടുകയാണ്. അതിന് അപ്പോസ്തലനായ പൗലോസ് തന്നെ താൻ എത്രമാത്രം ദൈവത്തിനും ദൈവത്തിൻ്റെ മക്കൾക്കും താൻ സമർപ്പിക്കുകയാണ്. കൊരിന്തിലെ വിശ്വാസികൾ പൗലോസിനോട് എത്രമാത്രം രൂക്ഷമായിട്ടാണ് പെരുമാറിയത്. പക്ഷെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ നാളുകളിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമുക്കെതിരെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ, നമ്മൾ മുഖാന്തരം ഉളവായ ദൈവസഭ, നമ്മൾ മുഖാന്തരം ഉളവായ ദൈവമക്കൾ, എൻ്റെ ശുശ്രൂഷ രംഗത്ത് ആയിരിക്കുന്ന എൻ്റെ കോവർക്കേഴ്സ്, സഹപ്രവർത്തകർ, അവരിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു വേദനയോ പ്രയാസമോ ഞാൻ അനുഭവിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമോ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന്? എന്തുകൊണ്ട് പൗലോസ് അത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയുടെ ഏകാഗ്രത ക്രിസ്തുവിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അപ്പോസ്തലനായ പൗലോസ് എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ അതിൻ്റെ കൂടിവരവുകളിൽ, ദൈവസഭയുടെ കൂടിവരവിനോടുള്ള ബന്ധത്തിൽ ഈ ഏകാഗ്രത, ദൈവത്തിൻ്റെ ആഗ്രഹം എത്രമാത്രം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മൾ 4 കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കണം. ഒന്ന്, കൂടിവരവുകളുടെ ആരംഭം എവിടെയായിരുന്നു? ദ ബർത്ത് ഓഫ് ഗ്യാതറിങ്സ്, അല്ലെങ്കിൽ ജനനം, കൂടിവരവിൻ്റെ സോഴ്സ്. എന്താണ് ഈ കൂടിവരവ്? എന്താണ് ഈ കൂടി വരുന്നതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ആരംഭം എങ്ങനെയായിരുന്നു? അതെങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പൂർണ്ണമായിട്ടും ദൈവികമായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. അത് പൂർണ്ണമായിട്ടും ദൈവികമായിരുന്നു. മാനുഷികമായ കൈകടത്തലുകൾ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൈകടത്തലുകൾ വരാനായിട്ട് പാടില്ല. ദൈവികമായിരിക്കണം, സ്പിരിച്വലായിരിക്കണം, അതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ കാര്യം, ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിൻ്റെ ജനനം, ദ വെർജിൻ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്. അത് നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗ്യാതറിങ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ദ ബർത്ത് ഓഫ് ചർച്ച്, സഭയുടെ ജനനം, സഭയുടെ ആരംഭം. നാലാമത്തേത് ദ ബർത്ത് ഓഫ് ബിലീവേഴ്സ്, ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം, ഒരു വിശ്വാസിയുടെ ആരംഭം. 4 കാര്യങ്ങളാണ്. ഒന്ന്, കൂടിവരവിൻ്റെ ജനനം, കൂടിവരവിൻ്റെ ആരംഭം. 2, ക്രിസ്തുവിൻ്റെ ജനനം. 3, സഭയുടെ ജനനം. 4, ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം. ഇതിൽ ഒന്നും തന്നെ മാനുഷികമായ കൈകടത്തലുകൾ ഉണ്ടാവാനായിട്ട് പാടില്ല. മാനുഷികമായ കൈകടത്തലുകൾ ഉണ്ടാകാനായിട്ട് പാടില്ല. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, മാനുഷികമായ ഒരു കൈകടത്തലുകളും അതിൽ വന്നിട്ടില്ല. സഭയുടെ ജനനം അത് വിശദീകരിക്കണമായിരുന്നു, പക്ഷെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാനായിട്ട് നിർവാഹവുമില്ല. നമ്മൾ പല ആവർത്തി ആ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ദൂതൻ പറയുന്ന വാക്ക്, നിന്നിൽ ഉൽപ്പാദിതമായിരിക്കുന്ന വിശുദ്ധ പ്രജ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന ഹോളി എംബ്രിയോ എന്ന് പറയുന്നത് അത് വിശുദ്ധമാണെന്നാണ് പറയുന്നത്. ഇന്ന് പലരും പഠിച്ചിരിക്കുന്നത് അതിൽ മാനുഷികമായിട്ടുള്ള 24 ക്രോമസോം അതിൽ വന്നെന്ന. നോ, 46 ക്രോമസോമും അത് ദൈവികമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഉൽപ്പാദിതമായതാണ്. ഇനിയും ഉൽപ്പാദിതമായതിനെ പരിപോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് മറിയ ചെയ്തത്.
അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തിൽ മണവാളൻ്റെ ഈ ഭൂമിയിലെ ജനനാവതാരത്തോടുള്ള ബന്ധത്തിൽ മാനുഷികമായ കൈകടത്തലുകൾ അവിടെ വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ എല്ലാ ബാക്കിയുള്ള എല്ലാം പ്രശ്നങ്ങളായി മാറിയേനെ. ഇനിയും സഭയുടെ ജനനവും വളരെ വ്യക്തമായിട്ട് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നും അതിന് വ്യക്തമായിട്ടൊരു തെളിവ് നമുക്കാർക്കും ഇന്നും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ അറിയാവുന്നവരുണ്ട്. അത് ഞാൻ വിശ്വസിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചാൽ മതി. പെന്തക്കോസ്ത് നാളിൽ അന്യഭാഷകളിൽ സംസാരിച്ചത് 120 പേരാണോ, 12 പേരാണോ, 11 പേരാണോ എന്ന് ചോദിച്ചാൽ ഇത്രയും പേര് ഒരേ ആൻസർ പറയോ? 120 പറയും, 12 പറയും, 11 പറയും. ഇതിലേതാ ശരി? ഇത്രയേ ഉള്ളൂ, വിഷയം ഇത്രയേ ഉള്ളൂ. മാനുഷികമായിട്ടുള്ള ചിന്തകൾ അവിടെ വരുമ്പോഴാണ്, മാനുഷികമായിട്ടുള്ള കൈകടത്തലുകൾ അവിടെ വരുമ്പോഴാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണമായി തീരുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നാളെ അതിന് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇനിയും മൂന്നാമത്തേതെന്ന് പറയുന്നത് ദൈവ സഭയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 4-മത് ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനം. ഒരു വിശ്വാസിയുടെ വീണ്ടും ജനനത്തിൽ മാനുഷികമായിട്ടുള്ള എൻ്റെ കൈകടത്തലുകൾ അവിടെ വന്നു എങ്കിൽ തീർന്നു. ഇത് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. പാടില്ല. കംപ്ലീറ്റ് ദൈവികമായിരിക്കണം. മാനുഷികമായിട്ടുള്ളത് ഒന്നും അവിടെ വരാനായിട്ട് പാടില്ല. ആ ബാക്കി ഭാഗങ്ങളെല്ലാം വിട്ടിട്ട് കൂടി വരവിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഈ ഉപദേശ ഭാഗം ഒന്ന് നിർത്തിയിട്ട് ചില പ്രായോഗിക വശങ്ങളിലേക്ക് പോയി ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ആ ഒരു നിഗൂഢമായിരിക്കുന്ന ഒരു സത്യം ഒളിഞ്ഞു കിടക്കുന്നത് ഇത്രമാത്രമേ ഉള്ളൂ: ഏകാഗ്രത. ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം എനിക്കും ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവിനെ വിട്ട് ഒരു വേള പോലും മാറിപ്പോകുവാൻ എൻ്റെ മനസ്സ് ഒരു കാരണവശാലും ഇടയായി തീരരുത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ചിന്ത. അങ്ങനെ മാറിപ്പോകാനുള്ള അവസരങ്ങൾ എവിടെയൊക്കെയാണ് ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് സംജാതമാകുന്നത്? കൂടിവരവിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവം നമ്മളുടെ മധ്യത്തിൽ, ദൈവം നമ്മളിൽ വസിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് യാതൊരു സംശയവുമില്ല. അതിനേറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും ദൈവസഭയോടുള്ള ബന്ധത്തിലും കൂടിവരവിനോടുള്ള ബന്ധത്തിലും നമ്മുടെ കർത്താവ് പ്രാരംഭമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം. 2-3 പേർ പറഞ്ഞോളൂ. എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇനിയും അടുത്ത വേറൊരു ഭാഷാന്തരം, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് വേദഭാഗങ്ങളുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ആഗ്രഹം എനിക്ക് അവരുടെ നടുവിൽ വസിക്കണം, എനിക്ക് അവരോട് കൂടെ ആയിരിക്കണം. ഇനിയും നേരത്തെ ഞാൻ അബ്രഹാം വരെ ഞാനതവിടെ പറഞ്ഞു നിർത്തി. ഇനിയും ദൈവം ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ വസിക്കണം. അതിന് പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്ന് ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നോക്കി. 25-8. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ അവരുടെ നടുവിൽ വസിക്കാൻ, അതായത് എനിക്ക് അവരുടെ നടുവിൽ വസിക്കണം. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ആരുണ്ടാക്കണം? ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം ഉണ്ടാക്കണം.
ഇനി പുതിയ നിയമത്തിലെ വ്യത്യാസം ഒന്ന് നോക്കിക്കേ. പുതിയ നിയമത്തിലെ ആ ഒരു വ്യത്യാസം നോക്കിയേ. ഇന്ന് പഴയ നിയമത്തിനനുസരിച്ചാണോ നമ്മൾ പോകുന്നത്, പുതിയ നിയമത്തിനനുസരിച്ചാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താ വിഷയം. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവർ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കി. ദൈവം വസിക്കാൻ ആഗ്രഹിച്ചോ? ആഗ്രഹിച്ചു. ദൈവം വസിച്ചോ? ദൈവം വസിച്ചു. ദൈവം തുടർച്ചയായിട്ട് അവരുടെ മധ്യത്തിൽ വസിച്ചോ? വസിച്ചോ? ഇല്ല. എന്താ കാരണം? എന്താ കാരണം? ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയതിൻ്റെ കുറവാണോ? ആണോ? അല്ല. വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയതിൻ്റെ കുറവല്ല. ആ വിശുദ്ധ മന്ദിരം ഉണ്ടാക്കിയതിനെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം, എങ്ങനെ നിലനിർത്തണം എന്നുള്ളതിൽ അവർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടു. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നേ. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ നേരത്തെ വായിച്ച വാക്യം 16-ാം അധ്യായത്തിൽ, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്താ നമ്മളോട് പറയാഞ്ഞ്? നിങ്ങൾ സഭയെ പണിയാൻ പറയാഞ്ഞ് എന്താ? അല്ലെങ്കിൽ പത്രോസിനോട് പറയാഞ്ഞ് എന്താ? നമുക്കൊന്നിച്ചങ്ങ് പണിയാമെന്ന് എന്താ പറയാഞ്ഞതിൻ്റെ കാരണം എന്താ? പരാജയപ്പെട്ടു. ദൈവത്തിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മനുഷ്യൻ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ദൈവം പറയുകയാണ്, ഇതാ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. താക്കോലല്ല, താക്കോലുകളാണ് കേട്ടോ. കീസ് ഓഫ് ഹെവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അത് കർത്താവ് പറയും, ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. ഇന്ന് മറ്റ് ക്രൈസ്തവ സമൂഹമൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് പത്രോസേ നീ പാറയാകുന്നെന്നാ. പത്രോസേ നീ പാറയാകുന്നു, ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാ. കർത്താവ് പറഞ്ഞത് നീ പത്രോസ് ആകുന്നെന്നാ പറഞ്ഞത്. നീ പത്രോസ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് പറയുക, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ ആ പത്രോസ് ആകുന്ന പാറമേലല്ല. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകളുണ്ട്, നമുക്കറിയാം. എങ്കിലും ഞാനെന്ന് പറയുകയാണ്, നീ പത്രോസ് ആകുന്നു. ദൗ ആർട്ട് പെട്രോസ്. നീ ഒരു ചെറിയ പാറക്കഷ്ണമാണ്. നീ ഒരു ചെറിയൊരു പാറക്കഷ്ണം, ഒരു മെറ്റിലോ അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഓഫ് റോക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. നീ ഒരു പെട്രോസ് ആണ്. പക്ഷെങ്കിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അപ്പോൺ ദിസ് പെട്ര. ഈ പാറമേൽ, പെട്ര എന്ന് പറഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ 3-4 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ പാറ ക്രിസ്തുവായിരുന്നു. യുഗങ്ങളുടെ പാറ, അടിക്കപ്പെട്ട പാറ, ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറയെ ഡിനോട്ട് ചെയ്യുന്ന വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ദ പ്രൈമറി ഇൻ്റർപ്രിട്ടേഷൻ. 2-ാമത്തെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, നിങ്ങൾ എനിക്കൊരു മന്ദിരമുണ്ടാക്കണം. എന്തിന്? എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം. അവർ മന്ദിരമുണ്ടാക്കി ദൈവം വസിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഇനിയും ഈ പെട്ടകത്തോടുള്ള ബന്ധത്തിൽ, ഈ തിരുനിവാസത്തോടുള്ള ബന്ധത്തിൽ അവർ എവിടെ പരാജയപ്പെട്ടു, എവിടെ വിജയിച്ചു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ പുതിയ നിയമത്തിലെ ഇന്നിൻ്റെ നാളുകളിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന വിജയവും നമുക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയവും നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ ഈ കൂടിവരവിനോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ബൈബിളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരികയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം. ജെനസിസ് ചാപ്റ്റർ 49, 49-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 49-ന്റെ 10. അവകാശമുള്ളവൻ വരുമ്പോഴും ചെങ്കോൾ യഹൂദയിൽ നിന്ന് രാജദണ്ഡ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. അടുത്ത വാക്കൂടെ, ജാതികളുടെ അനുസരണം അവനോടാകും. ജാതികളുടെ അനുസരണം അവനോടാകും. ഈ വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് കൂടിവരവിനോടുള്ള ബന്ധത്തിൽ, മണവാളൻ മണവാട്ടിയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പഴയ നിയമ പുതിയ നിയമ
കൂടിവരവുകളോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമുക്കറിയാം മത്തായി സുവിശേഷം 16-18 ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം. എന്താണ് ഈ അവകാശമുള്ളവൻ വരുവോളം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ എല്ലാം ബൈബിളിൽ, നിങ്ങളുടെ എല്ലാം ബൈബിളിൽ അവകാശമുള്ളവൻ എന്നല്ലേ? വേറെന്തെങ്കിലും ട്രാൻസ്ലേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. ഇനിയും സാധാരണ നമ്മുടെ വല്യപ്പച്ചന്മാരൊക്കെ ഉപയോഗിച്ച ബൈബിള് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അത് വലിയൊരു താല്പര്യമുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ അത് അങ്ങനെയൊന്നും താല്പര്യമില്ല. എത്രയും പുതിയ ബൈബിള്, ഓരോ കൺവെൻഷനും പുതിയ ബൈബിള് എന്നുള്ളൊരു താല്പര്യമാണല്ലോ. നമ്മുടെ പഴയ ട്രാൻസ്ലേഷൻ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ബൈബിള് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ മാറി. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാനതൊന്ന് വിശദീകരിച്ച് തരാം. വേണ്ട, നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചോളൂ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇംഗ്ലീഷ് വാക്യം ഒന്ന് എടുത്ത് വായിച്ചാൽ അതിങ്ങനെയാണ്: ദ സ്ക്രിപ്ചർ ഷാൽ നോട്ട് ഡിപ്പാർട്ട് ഫ്രം ജൂഡ nor a lawgiver from between his feet until Shiloh comes. മനസ്സിലായല്ലോ? ശീലോവ് വരുവോളം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്ക് ഇങ്ങനെയാണ്, ശീലോവ് വരുവോളം. ശീലോവ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്. ശീലോവ് വരുവോളം. ഇനിയും നമ്മുടെ ബൈബിളിൽ കിട്ടിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ എന്താ? അവകാശമുള്ളവൻ, അവകാശമുള്ളവൻ, അവകാശമുള്ളവൻ. ഈ ഷീലോഫ് എന്ന വാക്കിൻ്റെ അർത്ഥം പീസ് മേക്കർ എന്ന. പീസ് മേക്കർ, പീസ് മേക്കർ എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാക്കുന്നവൻ, സമാധാനം ഉണ്ടാക്കുന്നവൻ. ആരാ സമാധാനം ഉണ്ടാക്കുന്നവൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ കൂടിവരവ് പഴയ നിയമത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് ഒരു സ്ഥലത്തായിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ കൂടിവരവുകളുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത് എങ്ങനെയാണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമാണോ ഉള്ളത്? കർത്താവാണോ ഉള്ളത്? ലളിതമായിട്ടൊന്ന് ചിന്തിച്ചേ. കർത്താവ് എന്തോ പറഞ്ഞേ? ഞാൻ അവരുടെ നടുവിൽ ഉണ്ട്. പീസ് മേക്കർ, ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നാണ് വായിക്കുന്നത്. ഇനിയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഞാനത് പറയാം. ഇതൊന്ന് വിശദീകരിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ ശീലോവ് വരുവോളം എന്ന് പറഞ്ഞാൽ ദൈവം പറയുകയാണ്, യഹൂദയ്ക്ക് കൊടുത്ത ഒരു അനുഗ്രഹത്തിലാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുകയാണ്, അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണെന്നാണ് പറയുന്നത്. അവകാശമുള്ളവൻ, രാജദണ്ഡ് കയ്യിലുള്ളവൻ, രാജാവായിട്ട് വരുന്നവൻ. അപ്പോൾ ഇവിടെ പറയുകയാണ് അവകാശമുള്ളവൻ വരുവോളം, അവകാശമുള്ളവൻ വരുവോളം. ഇനിയും ഇതിൻ്റെ വിശദീകരണം നമുക്കൊന്ന് നോക്കാം. എന്താ ഈ അവകാശമുള്ളവൻ വരുവോളം? ഇതെല്ലാവർക്കും മനസ്സിലായില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഇനിയും ഇതിങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ, ആവർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ, മോശ ഇസ്രയേൽ മക്കളോട്, മോശ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനായിട്ട് പോവുകയാണ്. യോശുവയോടും തൻ്റെ കൂടെയുള്ള മറ്റ് ജനങ്ങളോടും ആവർത്തിച്ച് മോശ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നോക്കിയാൽ പെട്ടെന്ന് വന്നേ, ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. ആവർത്തന പുസ്തകം 12-ാം അധ്യായം, ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം ഞാനത് വായിക്കാം. നിങ്ങൾ ആ വാക്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അത് അടയാളപ്പെടുത്തി പോവുക. നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ സന്ദർശനത്തിനായി ചെല്ലണം. സ്ഥലം പറഞ്ഞോ? സ്ഥലം പറഞ്ഞിട്ടില്ല. ഇനിയും താഴോട്ട് വായിച്ചോ. 8-ാമത്തെ വാക്യം, നാം ഇന്നിവിടെ ഓരോരുത്തൻ താന്താന് ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. അവിടെയും സ്ഥലം പറയുന്നില്ല. 11-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത്, സ്ഥലം പറഞ്ഞോ?
ഇല്ല, സ്ഥലം പറയുന്നില്ല. 13-ാമത്തെ വാക്യം, നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു കൊള്ളുക. സ്ഥലം പറയുന്നില്ല. 14-ാമത്തെ വാക്യം, യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം. സ്ഥലം പറഞ്ഞോ? ഇല്ല. 12 ഗോത്രങ്ങൾ ഈ സമാഗമന കൂടാരവുമായിട്ട്, ഈ പെട്ടകവുമായിട്ട് ഇസ്രായേൽ ജനം യാത്ര ചെയ്ത് ദൈവം അവർക്ക് കൊടുത്ത അവകാശ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഈ പെട്ടകം എവിടെ കൊണ്ടുവെക്കണം? ഏത് ഗോത്രത്തിൽ കൊണ്ടുവെക്കണം? നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരു 12 ഗോത്രത്തിൽപ്പെട്ട ആളുകളാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ഐക്യത ഉണ്ടായിരിക്കുമോ ഏത് ഗോത്രത്തിൽ കൊണ്ടുവെക്കണമെന്ന്? ഉണ്ടാവുമോ? എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ? ഏത് ഗോത്രത്തിൽ പെട്ടകം കൊണ്ടുവെക്കണം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലേവി പറയും ഇവിടെ തന്നെ ഇരുന്നോട്ടെ. ലേവി ശിമയോനും പറയും ഞങ്ങളാണ് യുദ്ധം ചെയ്ത് വാളുകൊണ്ട് വെട്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത്. രൂപൻ ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ, എന്നെ വേണം മൂപ്പനാക്കാൻ, എന്നെ വേണം ശുശ്രൂഷകനാക്കാൻ, ഞാനാണ് ഏറ്റവും പ്രായം കൂടിയ ആള്. ഇനി യോസേഫ് എന്തോ പറയും? അയ്യോ, എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ടെന്നേ. പക്ഷെ എവിടെയായിരിക്കണം? ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. മോശ പറയുകയാണ്, ദൈവം തെരഞ്ഞെടുക്കുന്ന. ഇനിയും വളരെയധികം എന്നെ അതിശയിപ്പിച്ച ഒരു വാക്യം ഒന്ന് വായിച്ച് നമുക്ക് ആ ഭാഗം അങ്ങ് അവസാനിപ്പിക്കാം. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാം വാക്യം വായിച്ചേ. യോശുവയുടെ പുസ്തകം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. നമ്മൾ പഴയ നിയമമൊക്കെ വെറുതെ അങ്ങ് കളയരുത് കേട്ടോ. പുതിയ നിയമത്തിലെ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലാണ് ഏറ്റവും കൂടുതൽ. ആ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 18-1. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശീലോവിൽ ഒന്നിച്ചുകൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എവിടെ കൊണ്ടുവച്ചു? ഈ യോശുവ എന്തിനാ ശീലോവിൽ കൊണ്ടുവച്ചേ? യോശുവയുടെ ആര് പറഞ്ഞു ശീലോവിൽ കൊണ്ടുവെക്കാൻ? പക്ഷെ മോശ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് യോശുവയോട് പറഞ്ഞ ഒരു വാക്ക് 1:8 ഓർമ്മയുണ്ടല്ലോ. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളിൽ ഒന്നും നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, നീ അത് രാവും പകലും ധ്യാനിച്ചോണം. നീ രാവും പകലും ഈ ന്യായപ്രമാണം ഉൽപ്പത്തി മുതലുള്ളത് നീ ധ്യാനിച്ചു കഴിഞ്ഞാൽ വരുന്ന നാളുകളിൽ നീ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പെട്ടകത്തോടുള്ള ബന്ധത്തിൽ, ജനത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് നിന്റെ ധ്യാനമായിരിക്കണം. അത് ദൈവവചനത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവയ്ക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇതെവിടെ കൊണ്ടുവെക്കണം? ശീലോവിൽ കൊണ്ടുവെക്കണം. ഈ ശീലോവ് ഏത് ഗോത്രത്തിൽപ്പെട്ടതാ? ഏത് ഗോത്രത്തിലെയാ? എഫ്രൈം ഗോത്രത്തിലെയാ. യോ, ഇവിടേക്ക് ഇതിവിടെ വരുമെന്ന് ആരെങ്കിലും കണ്ടോ? ഈ എഫ്രൈം ഗോത്രത്തിൽ ഈ ശീലോവ് വരുമെന്ന് ആര് കണ്ടു? 16-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചിട്ടില്ലേ? അളവ് നൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവർക്ക് സ്ഥലം വീതിച്ചു കൊടുത്തപ്പോൾ, ആ ചരട് പിടിച്ചപ്പോൾ അത് മനോഹര ദേശത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ദേശത്ത് ദൈവം കൊണ്ടിട്ടു. നമ്മളെങ്ങാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ചരട് 16 പൊട്ടിയേനെ. അങ്ങോട്ടും വലിച്ച് ഇങ്ങോട്ടും വലിച്ച് എൻ്റെ ഗോത്രത്തിൽ കൊണ്ട് പിടിച്ച് അങ്ങോട്ട് വെച്ച്. എൻ്റെ പ്രിയമുള്ളവരെ, അവിടെ എന്തെങ്കിലും ഒരു വിഷയമുണ്ടായോ? ദൈവം തെരഞ്ഞെടുത്തവനെ കാണാനുള്ള ഒരു കണ്ണും, ദൈവം വിളിച്ച് വേർതിരിച്ചവന് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ, ദൈവവചനത്തിൻ്റെ ആ നിഗൂഢമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന പൊരുള് തിരിക്കാതെ ഇരിക്കുന്ന സത്യങ്ങൾ ദൈവം ആരിലൂടെ ചെയ്യണോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പക്ഷെ എവിടെയൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാ ശമൂവേലിൻ്റെ 1-ാം പുസ്തകം, ഇനി മുമ്പോട്ട് പൊക്കോണം കേട്ടോ, ആ ചരിത്രം നിങ്ങൾ തന്നെ മുന്നോട്ട് വായിച്ചോണം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ ആണ്ടുതോറും എവിടെ പോകാറുണ്ടായിരുന്നു? ശീലോവിൽ. അവിടെ എന്തോ ഉണ്ട്?
പെട്ടകമുണ്ടെന്നേ, ശീലോവിൽ പെട്ടകമുണ്ട്. എന്തിനേറെ പറയണം, ഒത്തിരി നാൾ പെട്ടകം ശീലോവിലിരുന്നില്ല. അവര് ഈ ഫെലിസ്ത്യരോട് തോറ്റപ്പോൾ ജനങ്ങളെല്ലാം കൂടെ തീരുമാനിച്ചു, ഈ പെട്ടകം പണ്ട് നമ്മൾ അതും ചുമന്നുകൊണ്ട് യെരിഹോം അതിലൊക്കെ ചുറ്റി നടന്നപ്പോഴേ നമുക്ക് ജയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ആ പെട്ടകം നമുക്ക് എടുത്തുകൊണ്ട് നമുക്ക് എവിടെ പോകാം? യുദ്ധത്തിന് പോകാം. അന്ന് ദൈവം അവരുടെ മധ്യത്തിൽ നിന്ന് പോയെന്നേ. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ദൈവം ഒരു കാര്യം, ഒരു സ്ഥലത്തെ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് ചലിക്കാൻ പാടില്ല ദൈവിക കാര്യങ്ങൾ. അണ്ടിൽ ഷീലോ കംസ്. പഴയ നിയമത്തിൽ സ്ഥലത്തിനായിരുന്നു ഇമ്പോർട്ടൻ്റ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിനാണ് ഇമ്പോർട്ടൻ്റ്. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. ഇനിയും അവിടെ നിന്ന് പെട്ടകം എത്രയോ സ്ഥലങ്ങൾ, എത്രയോ നാളുകൾ മാറി 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 അത് യാത്ര ചെയ്യുകയാണ്. ഈ പെട്ടകത്തെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി. ആ പെട്ടകം മനുഷ്യനെ കൊല്ലുന്ന പെട്ടകമായിട്ട് മാറി. അതിനെ എടുത്ത് മലമുകളിൽ, അറിയാമല്ലോ ആരുടെ വീട്ടിലാണ് കൊണ്ടുവച്ചതെന്ന്, എന്നാലോചിച്ച് നോക്കി. ഒരു സുപ്രഭാതത്തിൽ ഈ പെട്ടകവുമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നേ, അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരിക്കണം, ഒരു ദൈവീകമുള്ള മനുഷ്യനായിരിക്കണം, ആത്മീകനായ ഒരു മനുഷ്യനായിരിക്കണം. പറയുക, ഈ പെട്ടകം കുറേ നാൾ ഇങ്ങോട്ടൊന്ന്, ഈ പെട്ടകം കൊല്ലുന്ന പെട്ടകമാണെന്ന് ആ വ്യക്തിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, ധൈര്യത്തെ ഇവിടെ വെച്ചോളാൻ. എന്താ കാരണം? അവന് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടായിരുന്നു. ആ പെട്ടക നിമിത്തം ദൈവം ഓബേദേദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കുന്നെന്ന് കണ്ടപ്പോൾ ആർക്ക് വേണം ആ പെട്ടകം? ബാക്കിയുള്ളവർക്കും വേണം. മനസ്സിലായല്ലോ? അനുഗ്രഹിക്കുന്ന പെട്ടകത്തെ വേണം, കൊല്ലുന്ന പെട്ടകത്തെ നമുക്ക് വേണ്ട. ആ പെട്ടകം അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ആരെയാ കൊണ്ടുപോകുന്നത്? ദാവീദ് ആരെയൊക്കെയാ കൊണ്ടുപോകുന്നേ? ആ വാക്യം വളരെ വളരെ രസകരമാണ്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിച്ചോണം. ദാവീദ് സകല വിരുതന്മാരെയും, മലയാളത്തിൽ വളരെ കറക്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സകല വിരുതന്മാരെയും വിളിച്ച് എവിടെ പോവുകയാ? പെട്ടകം ചുമന്നുകൊണ്ട് വരാൻ. ദാവീദിന് അറിയത്തില്ലേ ഈ പെട്ടകം ആരാ ചുമക്കണ്ടേന്ന്? വിരുതന്മാർ. ട്രാൻസ്ലേഷൻ പലതരമുണ്ട്. ദ ക്രാഫ്റ്റി പീപ്പിൾ, ദ കണ്ണിങ് പീപ്പിൾ, അതായത് അല്ലെങ്കിൽ ചോസൺ മെൻ. അത് ദാവീദ് തെരഞ്ഞെടുക്കുന്ന ആളുകൾ. പെട്ടകം ചുമക്കാൻ മനുഷ്യർക്ക് തെരഞ്ഞെടുക്കാൻ അധികാരമില്ല. ഇന്നും ദൈവസഭ ഭരിക്കുവാൻ, ദൈവസഭ നടത്തുവാൻ നമുക്ക് തെരഞ്ഞെടുക്കാൻ അധികാരമില്ല. പരിശുദ്ധാത്മാവ് അധ്യക്ഷരാക്കി വെക്കുന്നവർ ദൈവം തെരഞ്ഞെടുക്കട്ടെ, പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുക്കട്ടെ. മണവാട്ടി സഭയോടുള്ള ബന്ധത്തിൽ കർത്താവും ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം ദൈവം നമ്മളുടെ മധ്യത്തിൽ വേണമെങ്കിൽ, ദൈവം നമ്മളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വേണമെങ്കിൽ, ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണമെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവീക പ്രമാണങ്ങൾ വിട്ട് മാറിപ്പോകരുത്. എന്ത് ചെയ്തു അവര്? പണ്ട് പശുവിനെ കെട്ടി ഒരു വണ്ടിയൊക്കെ ഉണ്ടാക്കി അവരിങ്ങ് കൊണ്ടുവന്നു. ഈ പെട്ടകം, ഈ പശുക്കള് ഇടം വലം നോക്കാതെ നേരെ നോക്കി കരഞ്ഞും കൊണ്ട് ഒരു വയലിൽ ചെന്ന് നിന്നു. ഏത് വയലിൽ ചെന്ന് നിന്നു? ബേത്ശേമേശിൽ. ഇന്ന് തന്നെ നിങ്ങൾ പോയി ഈ ബേത്ശേമേശിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ബേത്ശേമേശ് എന്ന് പറഞ്ഞാൽ അന്ന് യോശുവ ഈ ദേശമൊക്കെ കൊടുത്തപ്പോൾ പുരോഹിതന്മാർക്ക് താമസിക്കാൻ കൊടുത്ത ഒരു സ്ഥലമാണ് ഈ ബേത്ശേമേശ്. ഈ ബേത്ശേമേശിൽ കൊണ്ട് ഈ പെട്ടകം കൊണ്ട് കൊടുക്കണമെന്ന് ഈ പശുക്കളോട് ആര് പറഞ്ഞു? ആ പശുക്കളെ കെട്ടിയ വണ്ടിക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നോ? ആ വണ്ടി തെളിക്കാൻ ആരേലും ഉണ്ടായിരുന്നോ? ഇല്ലെന്നേ. പക്ഷെ മൃഗങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ദൈവം പറഞ്ഞാൽ മൃഗങ്ങൾ അതേപടി അനുസരിക്കും. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ജനമെന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിക്കുവാൻ, ദൈവത്തിൻ്റെ ആലോചനയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമ്മൾ അകന്നുപോയെങ്കിൽ നമ്മൾ മടങ്ങി വരേണ്ട ഒരു കാലമെടുത്തിരിക്കുകയാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ദൈവഭക്തി,
ദൈവത്തോടുള്ള ഭക്തി നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവവചനത്തോടുള്ള ഭക്തി നമുക്ക് നഷ്ടപ്പെട്ടു. ദൈവവചനത്തിലുള്ള ആ വിറയലും ഏകാഗ്രതയും നമുക്ക് നഷ്ടപ്പെട്ടു. എന്തും ചെയ്യുവാൻ നമ്മൾ തയ്യാറായിട്ട് നിൽക്കുകയാ. പ്രിയമുള്ളവരെ, പാടില്ല. ദൈവജനത്തിന് ഇത് ഭൂഷണമല്ല. നമ്മൾ പറയുന്നു, എന്തുകൊണ്ട് നമ്മൾ കുറഞ്ഞു പോകുന്നു, എന്തുകൊണ്ട് നമുക്ക് വളർച്ചയില്ല, ആത്മീകമായിട്ടുമില്ല, ആത്മീക പക്വതയിലുമില്ല, ജീനിയോളജിക്കലിയുമില്ല, ഒരു തരത്തിലുമില്ല. എന്തുകൊണ്ട്? നമ്മുടെ കുഴപ്പമാ പ്രിയമുള്ളവരെ. ഇനിയും പശുക്കൾ യഥാർത്ഥമായിട്ട് കൃത്യസ്ഥലത്ത്, ഇനിയും അവിടെ കൊണ്ടു ചെന്നപ്പോഴുടനെ ബേത്ശേമേശിൽ ചെന്നപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയാമോ? അവര് പെട്ടകത്തെ നോക്കിയതല്ല, പെട്ടകത്തിൽ നോക്കി. അല്ലേ? ആ വാക്ക് ക്ലിയർ അല്ലേ? പെട്ടകത്തിൽ നോക്കി. അതിനകത്ത് ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോ ഉണ്ടോ? പെട്ടകത്തിൽ നോക്കാൻ വ്യവസ്ഥയില്ല. അത് ദൈവത്തിൻ്റെ കൃപാസനം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ 3 പാപങ്ങളെ സാദൃശീകരിക്കുന്ന 3 വസ്തുക്കൾ അതിനകത്ത് ഇരിപ്പുണ്ടെന്നേ. അത് കൃപാസനം കൊണ്ട് മൂടിയിരിക്കുക, ആ പലക കൊണ്ട് മൂടിയിരിക്കുക. ആ കൊമ്പുകളിൽ രക്തം തളിക്കും, ഒഴിക്കും. ആ രക്തം ഒഴുകി രക്തക്കറ കൊണ്ട് ആ പലക അല്ലെങ്കിൽ കൃപാസനമാകുന്ന പലക, ആ ഒരു ചതുരപ്പെട്ടിയെ അങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അത് തുറക്കാൻ അധികാരമില്ല. തുറക്കരുത്, അതിലുള്ളത് നോക്കരുത്. പക്ഷെ ബേത്ശേമേശ്യർ, അവർ പുരോഹിതന്മാരാ, അവർക്കറിയാൻ കാര്യങ്ങൾ വ്യക്തമായിട്ട്. പക്ഷെ കിട്ടിയ ഉടനെ അവർ നോക്കി, പെട്ടകത്തിൽ നോക്കി. എത്രയോ ജനങ്ങളാ ഒരു ദിവസം ഇല്ലാതായത് പ്രിയമുള്ളവരെ. അതുകൊണ്ടാ പൗലോസ് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മേഴ്സി സീറ്റ് മനസ്സലിവിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാ. ദൈവത്തിൻ്റെ മേഴ്സി സീറ്റ്, കൃപാസനം ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാ. നിങ്ങളുടെ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം, ജീവനും ചൈതന്യമുള്ളതായിരിക്കണം. നിങ്ങളുടെ ശരീരം അതെങ്ങനെയായിരിക്കണം ദൈവത്തെ ആരാധിക്കുമ്പോൾ? എത്ര ക്ലിയർ ആയിട്ടാ പ്രിയമുള്ളവരെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ആ ദൈവത്തോടുള്ള ഏകാഗ്രതയും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടരുത്. ഒന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ആ ഒരു പേഴ്സണലായിട്ടുള്ള പ്രസൻസ് നമ്മളുടെ മധ്യത്തിൽ ഉണ്ടായിരിക്കണം. എൻ്റെ ശുശ്രൂഷയിൽ അതുണ്ടായിരിക്കണം. നമ്മൾ കൂടി വരുന്ന കൂടിവരവുകളിൽ അതുണ്ടായിരിക്കണം. അത് നഷ്ടപ്പെടരുത്. നമുക്ക് എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ പറ്റും പ്രിയമുള്ളവരെ, പക്ഷെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട് ഒന്നുമായിരിക്കരുത്. എൻ്റെ ഡിവോഷൻ, എൻ്റെ കർത്താവിനോടുള്ള, എൻ്റെ മണവാളനോടുള്ള ആ ഏകാഗ്രതയും ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആ സഖിത്വവും, ഇത് രണ്ടും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള, ദൈവം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ദൈവം സർട്ടിഫൈ ചെയ്യുന്ന, ദൈവം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ജീവിതം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഒരു പ്രവർത്തനം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ഒരു സഭാപ്രവർത്തനം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയമുള്ളവരെ. മുന്നോട്ട് പോകാം. ഇതാ ദാവീദ് ആ പെട്ടകത്തിൻ്റെ എവിടാ? അതിനോട് ചേർന്നാന്നോ, അതിൻ്റെ പുറകിലാണോ, അതോ ഉസ്സയും അഹ്യോബും? അടുത്ത വാക്കാ, പെട്ടകം തെളിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, പെട്ടകത്തിന് ആരെങ്കിലും വഴി കാണിച്ചു കൊടുക്കണോ? പെട്ടകത്തിന് ആരും വഴി കാണിക്കണ്ട, പെട്ടകം തെളിക്കണം. ഈ പെട്ടകം വീഴാൻ തുടങ്ങിയപ്പോൾ ഉസ്സ അതിനെ ഒന്ന് താങ്ങിയതേ ഉള്ളൂ. ആരണ്ട് പറഞ്ഞോ? നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ പിടിവിട്ട എല്ലാം തീർന്നെന്നാ. ഇല്ലെന്നേ, ഇല്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിനറിയാമത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ. പക്ഷേ മാനുഷികമായ കൈകടത്തലുകൾ വരുമ്പോൾ ആര് പറഞ്ഞു ഈ കാളന്മാരെ കെട്ടി ഈ വണ്ടി ഉണ്ടാക്കാൻ? ഉസ്സ മരിച്ചത് ദാവീദ് ദൈവത്തെ ഭയപ്പെടാനിടയായി തീർന്നു. ഉസ്സ മരിച്ചത് ദാവീദ് ദൈവത്തെ ഭയപ്പെടാനിടയായി തീർന്നു. ദാവീദ് ദൈവസന്നിധിയിൽ ഇരുന്നു.
അവൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. ദൈവവചനം അവൻ നോക്കിയപ്പോൾ അവന് ബുദ്ധി ഉദിച്ചു, അവന് കാര്യങ്ങൾ മനസ്സിലായി. ഇത് ആരാണ് ചുമക്കേണ്ടതെന്ന്. അവൻ കഹാത്യരെ വിളിച്ചു വരുത്തി, അവരെ ശുദ്ധീകരിച്ച് പെട്ടകം തോളിൽ ചുമന്ന് എവിടെ കൊണ്ടുപോയി വെച്ചു? അതാ എൻ്റെ വിഷയം. എവിടെ കൊണ്ടുപോയി വെച്ചു? പറ. സഹോദരിമാർക്കല്ലയോ ദൈവവചനം ഇച്ചിരൂടെ കൂടുതൽ അറിയാവുന്നേ? പറഞ്ഞേ, എവിടായിരുന്നു ഈ പെട്ടകം വെക്കണമെന്ന് ദൈവം പറഞ്ഞേ? ശീലോവിൽ. എത്രയോ വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ പെട്ടകം ചലിച്ചു. അനേക സ്ഥലങ്ങളിലൂടെ, മലകളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ബേത്ശേമേശിലെത്തി. അത് കഴിഞ്ഞ് പിന്നെയും അത് യാത്ര ചെയ്തു. ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. അവൻ്റെ പേര് ദാവീദ് എന്നാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, അവൻ എൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് പോലെ അവൻ ചെയ്യുമെന്ന്. ദാവീദ് എവിടെ ആ പെട്ടകം കൊണ്ടുവെക്കണമായിരുന്നു? ന്യായമായിട്ട് പറഞ്ഞോ, തെറ്റത്തില്ല, ധൈര്യത്തെ പറഞ്ഞു. ന്യായമായിട്ട് ദാവീദ് എവിടെ പെട്ടകം കൊണ്ടുവെക്കണ്ടേ? അത് എവിടെ നിന്ന് പോയോ അവിടെ തന്നെ കൊണ്ടുവെക്കണം. നമ്മളങ്ങനല്ലേ ചെയ്യത്തുള്ളൂ. ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്ന എന്താ? അങ്ങനെ തന്നെയല്ലേ. ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ലാതെ ആ പെട്ടകം അവിടെ കൊണ്ടുവെക്കും. പക്ഷെ ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്തത് ആ പെട്ടകം ശീലോവിൽ കൊണ്ടുവെക്കരുത് എന്നുള്ള അർത്ഥത്തിലാ. ദൈവം പറഞ്ഞു, ഞാൻ യെരുശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 73 സങ്കീർത്തനം, 76, 75, യെരമ്യാ പ്രവചനം എല്ലാം വായിച്ചു നോക്കിക്കോ. ദൈവം പറയുകയാ, ഞാൻ ശീലോവിനെ മറന്നു, ഞാൻ ശീലോവിനെ ഉപേക്ഷിച്ചു. അവരുടെ പാപനിമിത്തം ഞാൻ അവരോട് ചെയ്തത് നിങ്ങളൊന്ന് പോയി കാണ്. ചിന്തിക്കാൻ പറ്റുന്നോ പ്രിയമുള്ളവരെ? ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്ന കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രവചനത്തിലൂടെ, യാക്കോബിലൂടെ വെളിപ്പെടുത്തിയ ആ അനുഗ്രഹിക്കപ്പെട്ട യാഥാർത്ഥ്യം നിവർത്തീകരിക്കുവാൻ മനുഷ്യന് കഴിഞ്ഞില്ലെന്നേ. മനുഷ്യൻ പരാജയപ്പെട്ടു. പകരമായിട്ടിതാ ദൈവം പുതിയൊരു സ്ഥലം തിരഞ്ഞെടുത്തു, യെരുശലേം. എങ്ങനെ ശീലോവ് യെരുശലേമായിട്ട് മാറി? ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ് പ്രിയമുള്ളവരെ. ഇത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. നമ്മൾ ഇന്നും ശീലോവിൽ കൂടുന്നുണ്ടായിരിക്കാം. നമുക്കിന്നും ശീലോവായിരിക്കാം ഇമ്പോർട്ടൻ്റ്. സാരമില്ല, നടന്നോളൂ. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം, എൻ്റെ ദൈവം എവിടെയാ, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാ? വളരെ പെട്ടെന്ന് പുതിയ നിയമത്തിലേക്കൊന്ന് വന്നേ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. മത്തായി സുവിശേഷം 16-ാം അധ്യായം. വായിക്കുന്നതിന് മുമ്പ് 18-ാം അധ്യായം 20 ഒന്ന് വായിച്ചോ. 18-20. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. പീസ് മേക്കർ, സമാധാനം ഉണ്ടാക്കുന്നവൻ. ഇവിടെ കർത്താവ് പറഞ്ഞ ആ വാക്കുകളുടെ അർത്ഥം അതിൻ്റെ ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: wherever 2 or 3 are gathered together. മനസ്സിലായല്ലോ? ശ്രദ്ധിച്ചോണേ. wherever 2 or 3 are gathered together in my name, I will be in the midst. നമുക്കറിയാം, ആക്റ്റീവ് വോയിസും ഉണ്ട്, പാസീവ് വോയിസും ഉണ്ട്, കർത്തരി പ്രയോഗവുമുണ്ട്, കർമ്മണി പ്രയോഗവുമുണ്ട്. ഇവിടെ കൂടി വരികയല്ല, പിന്നെ കൂട്ടി വരുത്തുകയാണ്. മനസ്സിലായല്ലോ? 2-3 പേരെ എൻ്റെ നാമത്തിൽ ഞാൻ കൂട്ടിവരുത്തുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാ കർത്താവ് പറഞ്ഞേ. അപ്പൊ ആരാ കൂട്ടിവരുത്തേണ്ടത്? നമുക്ക് തോന്നുന്നത് പോലെ കൂടി വരാമോ? നമുക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാമോ? പറ്റത്തില്ലെന്നേ പ്രിയമുള്ളവരെ. പഴയ നിയമത്തിൽ സ്ഥലമായിരുന്നു ഇമ്പോർട്ടൻ്റ് എങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവെന്ന വ്യക്തിയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൂടി വരുന്നയിടത്ത് പല കൂടിവരവുകളും, നമ്മുടെ കൂടിവരവിലൊന്നും ഞാനത് അത്ര കണ്ടിട്ടില്ല. പലരും കൂടി വരുമ്പോഴൊക്കെ മൈക്കിലൊക്കെ അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്, 2-3 പേരുടെ നാമത്തിൽ കൂടി ഒരു കർത്താവുണ്ട്, അതുകൊണ്ട് നമുക്ക് കൈയടിച്ച് നമുക്ക് കർത്താവിനെ
വരവേൽക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് വരവേൽക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവ് വന്നെടുത്ത് നമ്മൾ വരികയാ, നമ്മൾ വന്നെടുത്ത് കർത്താവ് വരികയല്ല. ഇത് തെറ്റിദ്ധരിക്കരുത് ആരും. ഞാനൊരു പ്രശ്നമുണ്ടാക്കി അപ്പുറത്തോട്ട് മാറി, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ഇപ്പുറത്തോട്ട് മാറി, നമുക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കൂടിവരവ് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി സെറ്റപ്പ് ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്. ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനിയും ഈ കർത്താവിൻ്റെ നാമത്തിൽ, എൻ്റെ നാമത്തിൽ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ ഓർമ്മയുണ്ടോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 22-ാമത്തെ വാക്യം. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇത് നമ്മൾ മറ്റാർക്കാണ്ട് വേണ്ടിയൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. നമ്മളോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചേ. കർത്താവിൻ്റെ നാമത്തിൽ ഞാനും നിങ്ങളും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും സഭകളായിട്ടും ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഇനി കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഒരു നാളും നിങ്ങളെ അറിയുന്നില്ലെന്നല്ല കേട്ടോ. ഇനി അറിയുന്നില്ലെന്ന് പറയരുത്. നോക്കിക്കേ, അറിഞ്ഞിട്ടില്ലെന്ന്. നിങ്ങളത് ചെയ്തോണ്ടിരുന്നപ്പോൾ പോലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്തിട്ടില്ല? അറിഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്തത് ആരുടെ നാമത്തിലാ? എൻ്റെ നാമത്തിലാ. അപ്പൊ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് അറിയാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്രവചിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും, പ്രസംഗിക്കാൻ പറ്റും, എന്തെല്ലാം കാര്യം, ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും, ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ കർത്താവ് കൈമലർത്തുക, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവോടെയോ എൻ്റെ സമ്മതത്തോടെയോ എൻ്റെ ഇഷ്ടത്തോടെയോ അല്ല നിങ്ങളാ ചെയ്തത്. ഇത് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം. നമ്മളുടെ കൂടിവരവുകളിൽ ഞാനായിരിക്കുന്ന ആ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം, ദൈവകൃപയുടെ വ്യാപാരം അത് രുചിച്ചറിയുവാൻ എനിക്കിടയായി തീരണമെന്നേ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം എന്നിലില്ല എങ്കിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ട് എന്താ ഫലം? നമുക്ക് ചെയ്യാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എന്നോട് കൂടെ ഇരിക്കണമെന്നാണ്. ദൈവം എന്നോട് കൂടെ ഇരിക്കണമെന്നാണ്. ദൈവം എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് എൻ്റെ ഏകാഗ്രതയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മണവാളനും മണവാട്ടിയോടുള്ള ബന്ധത്തിൽ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം ഒടുവിലത്തെ വാക്യം നമുക്കറിയാം. ഒന്ന് വായിച്ചോ മോനെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം. സമയം തീർന്നല്ലോ, ഞാൻ അവസാനിപ്പിക്കാം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. രണ്ട് തരത്തിലെ ആളുകളാണ്. ഒന്ന്, നമ്മൾ കർത്താവിനോടുകൂടെ പ്രവർത്തിക്കുക, കർത്താവ് നമ്മളോടുകൂടെ പ്രവർത്തിക്കുക. ഇതിലേതാ? ദൈവം അനുവദിച്ചാൽ നാളെ നമ്മൾ തുടങ്ങുന്ന എവിടെയായിരിക്കും? കർത്താവ് അനുവദിക്കുന്ന പക്ഷം എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ. അതായത് അതെന്താണെന്ന് ഞാൻ അടുത്ത ദിവസം പറയാം. എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു പടി നമ്മളൊന്ന് മുന്നോട്ട് ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ ആ വിഷൻ, ദൈവത്തിൻ്റെ ആഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പിടികിട്ടും. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്കറിയാം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചെന്ന്. നമ്മുടെ കൂടെ കർത്താവ് പ്രവർത്തിക്കുകയല്ല, പിന്നെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ, ഒരു നിഗൂഢ സത്യം കൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ഇന്ന് ദൈവത്തിൻ്റെ സഭയെ ദൈവം മുന്നോട്ട് നയിക്കുന്നത് ആരിലൂടെയാണെന്നൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അതൊന്ന് കുറിച്ചെടുത്തുകൊള്ളുക. അവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതൊക്കെ പറഞ്ഞു പോകാം മോനെ, കാരണം സമയമില്ല. ഒന്ന്, ദൈവാത്മാവുള്ളവരും, 2, ദൈവാത്മാവ് നടത്തുന്നവരും. 2 വാക്ക് അവിടെ ഉണ്ടല്ലോ. ദൈവാത്മാവുള്ളവരും ദൈവാത്മാവ് നടത്തുന്നവരും. അവിടെ 2 വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവർ 2 പേരും ആരാണ്? ദൈവമക്കൾ തന്നെയാണ്. ദൈവാത്മാവ് ഉള്ളവർ, രക്ഷിക്കപ്പെട്ടവർ, അവർ ദൈവത്തിൻ്റെ മക്കളാണ്, യാതൊരു സംശയവുമില്ല.
2, ദൈവാത്മാവ് നടത്തുന്നവർ, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ദൈവാത്മാവ് ഉള്ളവരെല്ലാവരും ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവരായിരിക്കണമെന്നില്ല. 2 പേർക്കും ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മലയാളത്തിൽ മക്കളാണ്. പക്ഷെങ്കിൽ ഗ്രീക്കിൽ അത് 2 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവാത്മാവ് ഉള്ളവർക്ക് ടെക്നോസ് എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്നോൺ അല്ലെങ്കിൽ ടെക്നോസ് എന്നൊരു പദമാണ്. ഇത്രയേ ഉള്ളൂ. ഒരു കൊച്ചു കുഞ്ഞെന്നാണ് അർത്ഥം. ജനിച്ച ഒരു കുഞ്ഞിന് പറയുന്നത് ടെക്നോസ് എന്നാണ്. ദൈവാത്മാവ് ഉള്ള ഒരു കുഞ്ഞ്. നമ്മളെല്ലാവരും, രക്ഷിക്കപ്പെട്ട എല്ലാവരും ടെക്നോസ് ആണ്, യാതൊരു സംശയവുമില്ല. പക്ഷെങ്കിൽ പൗലോസ് പറയുകയാണ്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ആരാകുന്നു? ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതാരാ? അതിന് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ഹിയോസ് എന്നൊരു പദമാണ്. HYUOS, ഹിയോസ് എന്നൊരു പദമാണ്. അതിൻ്റെ അർത്ഥം പക്വതയുള്ള, അതായത് ആത്മീക പക്വതയുള്ള ഒരു പൈതൽ എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? ആത്മീക പക്വതയുള്ള, ആത്മീക വളർച്ചയുള്ള ഒരു ദൈവ പൈതലാണ് ഹിയോസ് എന്ന പദത്തിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് ഒരു ദൈവ പൈതലാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് മാത്രം ഈ മണവാളനുമായിട്ടുള്ള ആ ഒരു ഏകാഗ്രതയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. മറിച്ച് ആത്മീകമായിട്ട് പക്വത പ്രാപിക്കണം. ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാൻ നമുക്കിടയായി തീരണം. എങ്ങനെ വളരുവാൻ ഇടയായി തീരണം? ഉപദേശത്തിൻ്റെ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ ക്രിസ്തുവെന്ന തലയോളം വളരുന്ന ഒരു ദൈവ പൈതലിൻ്റെ പേരാണ് ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. ഞാൻ നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ദൈവാത്മാവിനാൽ എത്രത്തോളം നടത്തപ്പെടുന്നു? അതോ ഞാനാണോ നടക്കുന്നത്? എൻ്റെ പ്രിയമുള്ളവരെ, ദൈവാത്മാവ് നമ്മളെ നടത്തണം. നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നതാണെന്ന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. പഴയ നിയമഭക്തന്മാർക്ക് അതുണ്ടായിരുന്നു. അതില്ലാത്ത കാലങ്ങളിൽ ദൈവം സൈലൻ്റായി. ദൈവം അവരോട് മിണ്ടുന്നില്ല, ദൈവം അവരോട് ഇടപെടുന്നില്ല, ദൈവം മാറി നിൽക്കുകയാണ് എത്രയോ പ്രാവശ്യം, എവിടെയെല്ലാം. പക്ഷെ അവിടെയെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശീലോവിൽ നിന്ന് പെട്ടകം പോയിട്ടും ശീലോവിൽ എന്തോ നടക്കുന്നുണ്ട്? കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നേ. ദൈവമില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ, ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരോധമായിട്ട് കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മണവാളനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെട്ടിട്ട് മണവാളൻ്റെ ആഗ്രഹത്തിന് വിഘാതം സൃഷ്ടിച്ചുകൊണ്ട്, എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മുന്നോട്ട് പോകരുതേ. ഞാൻ അതിനൊരു തടസ്സമാണെങ്കിൽ ഞാൻ ഇതാ മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിതാ മാനസാന്തരപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ നമുക്കിടയായി തീരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.